പത്തനംതിട്ട കോന്നിയിലെ പെൺകുട്ടികളുടെ മരണം കൊലപാതകമല്ലെന്ന് പോലീസ്. പെൺകുട്ടികൾ ആത്മഹത്യാ പ്രവണതയുള്ളവരായിരുന്നുവെന്ന് IG മനോജ് എബ്രഹാം പറഞ്ഞു. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. മരിച്ച 2 പെൺകുട്ടികളും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയും ചേർന്ന് അവസാനമായി നടത്തിയ ബാംഗ്ലൂർ യാത്ര കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 പെൺകുട്ടികളും ബാംഗ്ലൂരിലെ ലാൽബാഗ് ഗാർഡനിൽ എത്തിയിരുന്നു. ഇവിടെയുള്ള CCTV പരിശോധിക്കും. പെൺകുട്ടികൾക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെ കണ്ടെത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പരിശോധനയ്ക്കായി പോലീസ് ബാംഗ്ലൂരിലേക്ക് പോകും. പെൺകുട്ടികൾ 2 തവണ ബംഗളൂരു സന്ദർശിച്ചുവെന്ന് IG മനോജ് എബ്രഹാം പറഞ്ഞു. പെൺകുട്ടികൾ ആത്മഹത്യാ പ്രവണത ഉള്ളവരായിരുന്നുവെന്നും IG പറഞ്ഞു. 50% നമുക്കിപ്പോൾ സൂസൈഡ് ആണെന്ന് പറഞ്ഞ് ഉറപ്പിക്കാം. പക്ഷേ ഇവരുടെ കാറിന് എന്തോ ഇത് സൂസൈഡിലോട്ട് ഡ്രൈവ് ചെയ്താണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പം ഫേസ്ബുക്കിൻ്റെ അകത്ത് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ നോട്ട്ബുക്സും ഡയറിയും കുറേ പേര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഡയറിയും നോക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പം ഒരു ഡെഫിനറ്റ് റീസണായിട്ട് കിട്ടിയിട്ടില്ല. സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പെർഫോമൻസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ആ ഡയറി നോട്ടിങ്സിനകത്ത് ഫ്രസ്ട്രേഷനും കാണാറുണ്ട്. പെൺകുട്ടി അവസാനമായി ഫേസ്ബുക്കിലൂടെ മെസ്സേജ് ചെയ്തയാളെ വീണ്ടും ചോദ്യം ചെയ്യും. കർണാടകയിലേതടക്കം മറ്റു സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മനോജ് എബ്രഹാം അക്കാര്യം മുഴുവൻ അവിടെ പോയി പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആര്യ ഉപയോഗിച്ച ടാബ്ലറ്റിലെ സിം അയൽവാസിയുടെ പേരിൽ വ്യാജരേഖ ഉപയോഗിച്ച് സംഘടിപ്പിച്ചതാണെന്ന് വ്യക്തമായി. പഠനാവശ്യത്തിന് വേണ്ടി വാങ്ങിക്കൊടുത്ത ടാബ്ലറ്റ് ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്ന് സഹോദരൻ അപ്പു പറഞ്ഞു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഇവർക്ക് പ്രോഗ്രാമൊക്കെ പഠിക്കാമല്ലോ. അപ്പോൾ അതിന് ടാബ് മേടിച്ച് കൊടുത്തതാണ്. അത് മിസ്യൂസ് ചെയ്യുന്ന അറിഞ്ഞില്ല, വിചാരിച്ചില്ല. തൃശ്ശൂരിൽ ചികിത്സയിൽ കഴിയുന്ന ആര്യയുടെ മൊഴി കോന്നിയിൽ നിന്നുള്ള പോലീസ് സംഘം എടുക്കുന്നതോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട, തൃശ്ശൂർ.